ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രൊഫൈൽ LED നമ്മുടെ വീടിൻ്റെ അകത്ത് സീലിങ്ങിൻ്റെ കൂടാതെ തന്നെ പുറത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്ന സമയത്ത് ഒറ്റ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എൻഡ് വരുന്ന സമയത്ത് ബ്രൈറ്റ്നസ്സിനെ ബാധിക്കുമോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ രണ്ട് എൻഡിലും നമ്മൾ സപ്ലൈ കൊടുക്കണം. അതായത് രണ്ട് എൻഡിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ട് നമ്മൾ എടുക്കണം. ഏകദേശം ഒരു 10 മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അഡാപ്റ്ററിൻ്റെ അവസാനം എത്തുമ്പോൾ ലൈറ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 15 മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് DC വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന SMPS തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ലൈൻ വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതായത് വോൾട്ടേജ് V1, V പ്ലസ് V മൈനസ് അങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്ലസ്സിൽ V പ്ലസ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലസ് തന്നെ കൊടുക്കുക, V മൈനസ് എന്ന് പറയുന്ന സമയത്ത് മൈനസ് തന്നെ കൊടുക്കുക. അത് LED അതേ പ്ലസ് മൈനസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് L എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 230 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ട് വരുന്ന ലൈൻ ഫേസ് കൊടുക്കുക. എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ന്യൂട്രൽ കൊടുക്കുക. എന്ന് പറയുന്ന സ്ഥലത്ത് എർത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ നോർമൽ ലെവലിൽ സപ്ലൈ, അതായത് SMPS നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം 20 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ SMPS കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാധാ നോർമൽ LED സ്ട്രിപ്പിനൊക്കെ നമുക്ക് വേണമെങ്കിൽ 1 മീറ്ററിന് 1 ആംപിയർ എടുക്കുമെന്ന് ഉദ്ദേശിക്കാം. അതായത് 1 മീറ്റർ 1 ആംപിയർ സാധാ LED സ്ട്രിപ്പിന്. പക്ഷേ എന്നാൽ പ്രൊഫൈൽ LED ആവുന്ന സമയത്ത് നല്ല അടുപ്പിച്ചായിട്ട് വരുന്നതുകൊണ്ട് മിനിമം 1 മീറ്ററിന് ഏറ്റവും കുറഞ്ഞത് 2 ആംപിയറെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എടുക്കും. നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു 3 ആംപിയർ വെച്ച് ഒരു മീറ്ററിന് കൊടുക്കാൻ സാധിച്ചാൽ ലൈഫ് ലോങ് ഈ പ്രൊഫൈൽ LED അതിൻ്റെ കംപ്ലയിൻസ് കാര്യങ്ങളില്ലാതെ വർക്ക് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ നോക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിനൊരു എക്സ്ട്രാ ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയും ആംപിയർ വാട്ട്സ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 20 ആംപിയർ വരുന്നത് കൊണ്ട് അതിന് എക്സോസ്റ്റ് ഫാൻ കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു SMPS അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പവർ സപ്ലൈ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കംപ്ലയിൻസ് മാക്സിമം കുറവായിരിക്കും. അതായത് അത്യാവശ്യം ഒരു ഹീറ്റ് സിങ്കും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഒരു കൂളിംഗ് ഫാനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയുസ് കൂടുതലായിരിക്കും നമ്മുടെ ഈ പറയുന്ന പവർ സപ്ലൈക്ക്. അത് നമ്മൾ കണക്ട് ചെയ്ത് ഈ കാണുന്ന L എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നേരെ LN എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് AC വോൾട്ടേജാണ് കൊടുത്ത് ഔട്ട്പുട്ട് വരുന്നത് DC വോൾട്ടേജ്. അതുകൊണ്ട് അതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 192 തൊട്ട് 240 വാട്ട്സ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അതായത് 20 ആംപിയറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 20 ആംപിയർ എന്ന് പറയുന്ന സമയത്ത് 12 വോൾട്ടേജ് 20 ആംപിയർ വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പവർ സപ്ലൈ ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ആംപിയർ തൊട്ടുള്ള സപ്ലൈ കിട്ടും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ സെൻറ്റർ കണ്ടോ, സെൻറ്റർ നമ്മൾ രണ്ടായിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തു. അതായത് അങ്ങേയറ്റത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2 സൈഡിൽ നിന്നാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം നിങ്ങൾ LED സ്ട്രിപ്പിലേക്ക് 12 വോൾട്ട് കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഏറ്റവും എൻഡ് വരുന്ന സമയത്ത് അവിടെ ബ്രൈറ്റ്നസ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈക്വൽ ബ്രൈറ്റ്നസ് നിങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് പകുതിയാക്കുക. ലെങ്ത്ത് കൂടിയതുകൊണ്ട് പകുതിയാക്കി സപ്ലൈ ഒരു എൻഡിൽ നിന്നും കൊടുക്കുക, ഇപ്പുറത്തെ എൻഡിൽ നിന്നും സെപ്പറേറ്റ് തന്നെ സപ്ലൈ കൊടുക്കുക. അതായത് 12 വോൾട്ട് തന്നെ ഒരു എൻഡിൽ നിന്നും അപ്പുറത്തെ എൻഡിൽ നിന്നും 2 അറ്റത്തായിട്ട് കൊടുക്കുക. അന്നേരം അതിൻ്റെ സെൻറ്റർ രണ്ടും നമ്മൾ കൂട്ടി കണക്ട് ചെയ്യരുത്. രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിടണം. 2 സപ്ലൈ വോൾട്ടേജ് രണ്ടായിട്ട് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സെൻറ്ററിൽ അതായത് ലെങ്ത്തിലേക്ക് പോകുമ്പോൾ സാധാരണ സംഭവിക്കുക, ലെങ്ത്ത് കൂടുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്ന സമയത്തുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കില്ല എൻഡിൽ വരുന്നത് കിട്ടുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ അഡാപ്റ്ററുകളും അതുപോലെ അല്ലെങ്കിൽ SMPSും കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഫുള്ളായിട്ട് ലൈഫ് ലോങ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, സാധാ LED സ്ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ 1 മീറ്ററിന് 1 ആംപിയറിൻ്റെ അഡാപ്റ്റർ കൊടുത്താൽ മതി, 12 വോൾട്ട് 1 ആംപിയർ കൊടുത്താൽ മതി. എന്നാൽ പ്രൊഫൈൽ ലൈറ്റ് ആകുമ്പോൾ 1 മീറ്ററിൽ ഏറ്റവും കുറഞ്ഞത് 2 ആംപിയറെങ്കിൽ ഏറ്റവും കുറഞ്ഞ് കൊടുക്കണം. പക്ഷേ നിങ്ങൾ 1 മീറ്ററിൽ 3 ആംപിയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ലൈഫ് ലോങ് ആയിട്ട് യാതൊരു കംപ്ലയിൻസും ഇല്ലാതെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് വേരിയേഷൻ വരുന്ന സമയത്ത് ഒരു പരിധി വരെ SMPS സപ്പോർട്ട് ചെയ്യുമെങ്കിലും ആംപിയർ ഹൈ ആയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വോൾട്ടേജ് വേരിയേഷൻ വരുന്ന സമയത്ത് ആംപിയർ ഹൈ ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ലോഡ് ഓൾറെഡി കണക്റ്റഡ് ആയി വരുമ്പോൾ ആ പറയുന്ന SMPS പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോകും. അപ്പോൾ എപ്പോഴും മിനിമം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും നല്ലത് 2 ആംപിയർ കൊടുക്കുക 1 മീറ്ററിൽ പ്രൊഫൈൽ ലൈറ്റിന്. അതല്ലെങ്കിൽ മിനിമം ഒരു 3 ആംപിയർ വെച്ചിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ലൈഫ് ലോങ് വർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഇന്നൊരു പുതിയ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.